ഹായ് കൂട്ടുകാരെ, വെറൈറ്റി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അതിന് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ബീഫ് വെന്തോന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണം. വെന്തില്ലെങ്കിൽ ഒന്നുകൂടി വേവിക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ച ശേഷം ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് 3 ടീസ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഗ്രേവി ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തു. അതിന് ആവശ്യമായ സോൾട്ട് ചേർക്കണം. 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യമായ സോൾട്ട്, 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കൺസിസ്റ്റൻസി വേണം. ഇത് കട്ട് ചെയ്ത് വെച്ച ബീഫെല്ലാം ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇത് 1 മണിക്കൂർ നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കോരി മാറ്റി വെക്കണം. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് പറയണേ.